ഇത് 2 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ്, അതായത് ഈ ചികിത്സയ്ക്ക് എല്ലാവിധ മുന്നോട്ട് കൊണ്ടുവന്ന അമ്മയും മകളും മാത്രമാണ്. അല്ലാതെ ഇത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. ഈ അമ്മയും മകളും ഒരു ബന്ധു എന്ന നിലയ്ക്ക് എൻ്റെ 2 മാസം മുമ്പാണ് ഈ സംഗതി പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ അവരറിഞ്ഞത് ഈ വിദഗ്ധ സമിതിയുമായി ഇരുന്നു. അത് പല പ്രാവശ്യം സുമയായി വിളിച്ചു, അവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ഇരിക്കുന്ന അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടർ അടക്കമുള്ള ആളുകളാണ് ഈ വിദഗ്ധ സമിതിയിലുണ്ട് എന്നത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും, അതായത് ഈ വിദഗ്ധ സമിതി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്ര 2 വർഷം കഴിഞ്ഞല്ലോ, എന്താണ് ഇവിടെ ചെയ്തത്? 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ട് അവർ പറഞ്ഞു 2023 ശേഷം ഒരു ചികിത്സയും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ചെയ്തിട്ടുള്ള, അതായത് ഈ രാജീവ് കുമാർ ഡോക്ടർ തന്നെയാണ് 2023 ശേഷം 2024 ഇതാ ഈ 2025 അടക്കമുള്ള മാസങ്ങളിൽ പല പ്രാവശ്യമായിട്ട് സുമയ്യക്ക് പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചികിത്സ നടത്തിയത്. പിന്നെ എന്താണ് ഈ റിപ്പോർട്ടിൽ 2023 ശേഷം സർജറിക്ക് ഒരു പ്രശ്നമില്ല എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തത്. ഇത് വെറും വ്യാജമാണ്. ഈ സർജറിക്ക് മുൻപ് ഡോക്ടർ രാജീവിനെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പണം നൽകേണ്ടതായി വന്നിട്ടുണ്ടോ? ഇത് ഓപ്പറേഷന് മുമ്പ്, അതായത് സർജറിക്ക് മുമ്പ് നമുക്കറിയാം, ഈ ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ പുറത്ത് കൺസൾട്ടിങ് നടത്തുകയാണ്. അതായത് വരുന്ന രോഗികളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അത് എളുപ്പത്തിൽ, അതായത് പറഞ്ഞ ഓപ്പറേഷൻ തീയതി പെട്ടെന്ന് കിട്ടുവാനും ഇതിന് കൂടുതൽ സജ്ജീകരിക്കുന്നുവെന്ന് ആളുകളുടെ ഒരു വിശ്വാസത്തിന് പ്രകടന ആളുകൾ അവിടെ പോകുന്നുണ്ട്. അതിനുവേണ്ടി പൈസ വാങ്ങിച്ചുകൊണ്ട് രണ്ടാമത് ഈ പ്രശ്നം സുമയ അവിടെ പോയിരുന്നു. രണ്ടാമത് ഈ പ്രശ്നം ഉണ്ടാകും, അതായത് ഇത് പരാതി കൊടുക്കും എന്ന രീതിയിലായപ്പോൾ ഇതിൻ്റെ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ശ്രീചിത്രയിൽ പോവുകയും ശ്രീചിത്രയിൽ പോയ സമയത്ത് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്തതും ഈ രാജീവ് കുമാർ ഡോക്ടറാണ്. പണം നൽകിയിട്ടുണ്ട്. പണം നൽകിയതിലുപരി ആ ഡോക്ടർ തന്നെയാണ് സുമയ്യക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഇത് എക്സ്റേ എടുക്കണം. വീഴ്ച സംഭവിച്ചതിന് ശേഷം ഈ ഡോക്ടർ പൈസ എക്സ്റേ എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. സ്ഥിരം ഇത് പോകുമ്പോൾ 4000, 2000, 4000, 1000 ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. സംസാരിക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ടാണ്. ഇതിലെ വളരെ നൽകിയിട്ടുണ്ട്, പണം നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ പറഞ്ഞ കൺസൾട്ടിങ് പോകുമ്പോൾ 1000, 2000 ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. കൺസൾട്ടിങ് അതായത് പുറത്ത് നടത്തുന്നുണ്ട്, ഈ വീട്ടിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ശസ്ത്രക്രിയക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത്. ആ ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടറെ കണ്ടു, വീട്ടിൽ പോയി കണ്ടു. വീട്ടിലല്ല, കൺസൾട്ടിങ് നെടുമങ്ങാട് ജംഗ്ഷനിൽ ഇദ്ദേഹത്തിന് ഒരു കൺസൾട്ടിങ് റൂമുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ വീടല്ല, കൺസൾട്ടിംഗ് റൂമാണ്. പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് അതാണ് നൽകിയിട്ടുണ്ട്. ശസ്ത്രക്രിയക്ക് വേണ്ടിയാണല്ലോ നമ്മൾ അവിടെ പോയത്. അത് എളുപ്പത്തിലാക്കുന്നതിന് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയാണ് പൈസ കൊടുത്തത്. അല്ലാതെ വേറെ നമ്മൾ ആവശ്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. DMO ഓഫീസ് മാത്രമല്ല, ഇപ്പം നമുക്ക് ഇപ്പം ഡയറക്ടർ ഓഫീസ് അടക്കം, അതായത് ഈ ഡയറക്ടർ ഓഫീസിൽ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് പരാതി നൽകിയിട്ടില്ലെന്ന്. 2023 പരാതി കൊടുക്കരുത് സുമയുടെ അമ്മയോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനമാണ് അവർ അന്ന് പരാതി കൊടുക്കാത്തത്. ഇപ്പോൾ 6 മാസം മുമ്പ് ഒരു ബന്ധു എന്ന നിലയ്ക്ക് എൻ്റെ പറഞ്ഞതിൻ്റെ സ്ഥിതിക്കാണ് ഞാൻ ഇന്നലെ DMOക്ക് പരാതി കൊടുക്കുകയും തുടർ നടപടിയായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. പരാതി DMOക്ക് ഇന്നലെ കൊടുത്തു. പരാതി ഇന്നലെ കൊടുത്ത സമയത്ത് DMO അവിടെ ഇല്ലായിരുന്നു. അതിനുശേഷം, അതായത് ഇന്നലെ മെനിങ്ങാന്നാണ് പരാതി കൊടുത്തത്. ഇന്നലെ അയ്യങ്കാളി ഇതിനായിട്ട് അവധിയായിരുന്നു. ഇന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ലീവായിരിക്കുമെന്ന് തന്നെ അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ. അതോടൊപ്പം മറ്റ് സംഗതി പറയാനുള്ളത്, ഈ പരാതിയുമായി ഞാൻ അവിടെ DMO ഓഫീസിൽ പോയപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ആളുകൾ, അതായത് ഈ സംഗതി അറിഞ്ഞിരിക്കുന്നു, ഇത്തരം പ്രശ്നം അറിഞ്ഞിരിക്കുന്നു എന്ന ഒരു മുൻകൂർ ജാമ്യം, ഡോക്ടറിന് എല്ലാവിധ സംരക്ഷണം കൊടുക്കുന്ന രീതിയിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയിലാണ് ആ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ നമ്മോട് സംസാരിച്ചത്. അതായത് ഡോക്ടറെ കണ്ടെത്തിയതിനു ശേഷമാണോ ഈ പ്രൈവറ്റ് ക്ലിനിക്കിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? പ്രൈവറ്റ് ക്ലിനിക്കല്ല, ഇത് നിലവിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടൊരു ഓപ്പറേഷനാണ് നടന്നത്. ഈ ഓപ്പറേഷൻ, അതായത് സർജറിക്ക് ശേഷം ഇത് ഗ്രന്ഥി ഇതുമായി ബന്ധപ്പെട്ട് RCCയുമായി ചികിത്സ നടത്തി. ആ ചികിത്സയുമായിട്ട് RCCയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഒരു മെട്രോ സ്കാൻ എടുക്കാൻ വേണ്ടി RCCയിലെ ഡോക്ടറാണ് പറഞ്ഞത്. ആ സ്കാനിങ്ങിലും ആ എക്സ്റേയിലാണ് ഇത് തെളിഞ്ഞത്.